നമസ്കാരം. കേരളത്തിലെ ലക്ഷക്കണക്കിന് സാധാരണക്കാരായ സ്ത്രീകളുടെ സാമ്പത്തിക സുരക്ഷിതത്വത്തെയും കുടുംബ ഭദ്രതയും നേരിട്ട് ബാധിക്കുന്ന വലിയൊരു സാമൂഹിക വിഷയമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നിയമസഭയ്ക്കുള്ളിലും പുറത്തും വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റായി മാറിയത്. മുൻ LDF സർക്കാർ അധികാരമൊഴിയുന്നതിന് തൊട്ടുമുൻപ് പ്രഖ്യാപിക്കുകയും വലിയ ജനപ്രീതി നേടുകയും ചെയ്ത സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി പുതിയ UDF സർക്കാരിന്റെ കാലത്ത് തുടരുമോ അതോ ഭരണമാറ്റത്തോടെ ഈ പദ്ധതിയും വഴിമുട്ടിപ്പോകുമോ എന്ന ആശങ്കയിലാണ് സംസ്ഥാനത്തെ ബഹുഭൂരിപക്ഷം ഗുണഭോക്താക്കളും. അപേക്ഷ സമർപ്പിച്ച് ആനുകൂല്യവും പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന സാധാരണക്കാരായ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഈ പദ്ധതി കേവലം ഒരു രാഷ്ട്രീയ പ്രഖ്യാപനമല്ല, മറിച്ച് അവരുടെ ദൈനംദിന ജീവിത ചെലവുകളെ താങ്ങി നിർത്താൻ പോകുന്ന വലിയൊരു ആശ്വാസമാണ്. എന്നാൽ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതോടെ പദ്ധതിയുടെ സുതാര്യതയും ഗുണഭോക്തൃ പട്ടികയും വിശ്വസ്തതയും കുറിച്ച് ഉയർന്നുവരുന്ന ഗുരുതരമായ ചില പരാതികളുടെ പശ്ചാത്തലത്തിൽ ഓരോ അപേക്ഷയും സൂക്ഷ്മമായി പുനഃപരിശോധിക്കാൻ ധനവകുപ്പും മുഖ്യമന്ത്രിയും നേരിട്ട് ഉത്തരവിട്ടിരിക്കുകയാണ്. ഇതോടെ പദ്ധതി അനിശ്ചിതത്വത്തിലായെന്ന് പ്രതിപക്ഷം ആരോപിക്കുമ്പോൾ അർഹരായവർക്ക് മാത്രം സഹായം കൃത്യമായി ലഭിക്കാനുള്ള ശുദ്ധീകരണ പ്രക്രിയയാണ് ഇതെന്ന് സർക്കാരിന്റെ വിശദീകരണം. ഈ പശ്ചാത്തലത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ നിയമസഭയിൽ സംഭവിച്ചതെന്നും ഈ പദ്ധതിയുടെ ഭാവി ഇനി എങ്ങോട്ടാണെന്നുമാണ് ഇന്നത്തെ ഈ പ്രത്യേക റിപ്പോർട്ടിൽ നമ്മൾ സമഗ്രമായി പരിശോധിക്കുന്നത്. നിയമസഭയുടെ പുതിയ സമ്മേളനം ആരംഭിച്ചതു മുതൽ തന്നെ ഭരണപ്രതിപക്ഷ ഭേദമന്യേ സഭയെ ചൂടുപിടിപ്പിച്ച പ്രധാന ആയുധം ഈ സ്ത്രീ സുരക്ഷാ പെൻഷന്റെ വിതരണത്തിലുണ്ടാകുന്ന കാലതാമസമായിരുന്നു. പ്രതിപക്ഷ നിരയിലെ പ്രമുഖ നേതാവായ AC മൊയ്തീൻ അടിയന്തരമായ പ്രമേയ നോട്ടീസിലൂടെ ഈ വിഷയം സഭയുടെ മുൻപിലേക്ക് കൊണ്ടുവരികയും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന പാവപ്പെട്ട സ്ത്രീകളെ സർക്കാർ വഞ്ചിക്കുകയാണെന്ന് ആഞ്ഞടിക്കുകയും ചെയ്തു. മുൻ സർക്കാർ എല്ലാ നിയമപരമായ നടപടിക്രമങ്ങളും പാലിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വാർഡ് തല സമിതികൾ വഴി വളരെ സുതാര്യമായി തയ്യാറാക്കിയ ഗുണഭോക്തൃ പട്ടികയെ രാഷ്ട്രീയ കാരണങ്ങളാൽ അട്ടിമറിക്കാനാണ് പുതിയ ഭരണകൂടം ശ്രമിക്കുന്നതെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. എന്നാൽ പ്രതിപക്ഷത്തിന്റെ ഈ കടുത്ത ആരോപണങ്ങൾക്ക് ഭരണപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും മുഖ്യമന്ത്രി VD സതീശൻ വളരെ കൃത്യവും ദീർഘവുമായ മറുപടിയാണ് സഭയിൽ നൽകിയത്. പദ്ധതി പൂർണ്ണമായും നിർത്തലാക്കാൻ സർക്കാർ ഒരിടത്തും തീരുമാനിച്ചിട്ടില്ലെന്നും എന്നാൽ മുൻ സർക്കാർ തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് ധൃതി പിടിച്ച് തയ്യാറാക്കിയ പട്ടികയിൽ വ്യാപകമായ ക്രമക്കേടുകളും അപാകതകളും കണ്ടെത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. അർഹതയില്ലാത്ത പലരും രാഷ്ട്രീയ സ്വാധീനത്താൽ പട്ടികയിൽ കയറിക്കൂടിയപ്പോൾ തീർത്തും നിർധനരായ ലക്ഷക്കണക്കിന് സ്ത്രീകൾ പുറത്തുപോയ സാഹചര്യത്തിൽ ഒരു സമഗ്രമായ പുനഃപരിശോധനയില്ലാതെ മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന ശക്തമായ നിലപാടിലാണ് മുഖ്യമന്ത്രിയും പുതിയ സർക്കാരും ഉറച്ചു നിൽക്കുന്നത്. ഈ വലിയ രാഷ്ട്രീയ തർക്കങ്ങളുടെയും വിവാദങ്ങളുടെയും പശ്ചാത്തലം നമ്മൾ കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപുള്ള നാളുകളിലേക്ക് പിന്നോട്ട് പോകേണ്ടതുണ്ട്. അന്ന് അധികാരത്തിലിരുന്ന മുൻ LDF സർക്കാർ സംസ്ഥാനത്തെ സ്ത്രീ വോട്ടർമാരെയും പിന്നോക്ക വിഭാഗങ്ങളെയും ലക്ഷ്യമിട്ടാണ് വലിയൊരു സാമൂഹിക ക്ഷേമ പദ്ധതിയായി ഈ സ്ത്രീ സുരക്ഷാ പെൻഷൻ പ്രഖ്യാപിച്ചത്. നിലവിൽ വാർദ്ധക്യകാല പെൻഷനോ വിധവാ പെൻഷനോ അല്ലെങ്കിൽ മറ്റ് യാതൊരുവിധ സാമൂഹിക സുരക്ഷാ പെൻഷനുകളോ ലഭിക്കാത്തവരും എന്നാൽ സാമ്പത്തികമായി കടുത്ത പിന്നോക്കാവസ്ഥ നേരിടുന്നവരുമായ സ്ത്രീകൾക്ക് ഒരു സ്ഥിര വരുമാനം ഉറപ്പാക്കുക എന്നതായിരുന്നു ഇതിന്റെ കാതൽ. ഇതിനായി സർക്കാർ നിശ്ചയിച്ച കടുത്ത മാനദണ്ഡങ്ങൾ പ്രകാരം 35 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള പൊതുവിതരണ സമ്പ്രദായത്തിലെ AY, മഞ്ഞക്കാർഡ്, PHH, പിങ്ക് കാർഡ് എന്നീ മുൻഗണനാ വിഭാഗങ്ങളിൽപ്പെടുന്ന സ്ത്രീകൾക്കായിരുന്നു ഈ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾക്ക് അർഹതയുണ്ടായിരുന്നത്. കൂടാതെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ട്രാൻസ്ജെൻഡർ സ്ത്രീകളെയും പ്രത്യേകം പരിഗണന നൽകി ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളായി ഉൾപ്പെടുത്താൻ അന്ന് തീരുമാനിച്ചിരുന്നു. ഈ പ്രഖ്യാപനം വന്നതോടെ വലിയ പ്രതീക്ഷയോടെയാണ് സംസ്ഥാനത്തുടനീളമുള്ള ലക്ഷക്കണക്കിന് സ്ത്രീകൾ അപേക്ഷകളുമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സമീപിച്ചതും പ്രാഥമിക റേഷൻ കാർഡ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വിപുലമായ ഒരു താൽക്കാലിക പട്ടിക തയ്യാറാക്കപ്പെട്ടതും. എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനവും തുടർന്നുണ്ടായ ഭരണമാറ്റവും ഈ പദ്ധതിയുടെ സുഗമമായ നടത്തിപ്പിന് വലിയൊരു തടസ്സമായി മാറുകയായിരുന്നു എന്ന് വേണം പറയാൻ. പുതിയ UDF സർക്കാർ അധികാരമേറ്റെടുത്തയുടൻ വിവിധ ജില്ലകളിൽ നിന്നായി ഈ പെൻഷൻ പട്ടികയ്ക്കെതിരെ നൂറുകണക്കിന് പരാതികളാണ് മുഖ്യമന്ത്രിയുടെ പൊതുജന പരാതി പരിഹാര സെല്ലിലേക്കും ധനവകുപ്പിലേക്കും പ്രവഹിച്ചത്. പല തദ്ദേശ സ്ഥാപനങ്ങളിലും മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ട് ഉയർന്ന സാമ്പത്തിക ശേഷിയുള്ള കുടുംബങ്ങളിലെ സ്ത്രീകളെ പോലും രാഷ്ട്രീയ താൽപര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് അന്വേഷണങ്ങളിൽ ബോധ്യപ്പെട്ടതായി മുഖ്യമന്ത്രി സഭയെ അറിയിച്ചു. അതുപോലെ തന്നെ സ്വന്തമായി ഭൂമിയോ മറ്റു വരുമാന മാർഗങ്ങളോ ഇല്ലാത്ത യഥാർത്ഥത്തിൽ ഈ തുകയ്ക്ക് ഏറ്റവും അർഹതയുള്ള അനേകം പാവപ്പെട്ട സ്ത്രീകളെ സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് പട്ടികയിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കപ്പെട്ടതായും കണ്ടെത്തിയിട്ടുണ്ട്. ഓരോ ജില്ലയിലും ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നതിനായി സ്വീകരിച്ച രീതികളിൽ വലിയ തരത്തിലുള്ള അസമത്വങ്ങളും വ്യത്യാസങ്ങളും ഉണ്ടായിരുന്നു എന്ന രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ കൂടി വന്നതോടെയാണ് താൽക്കാലിക പട്ടിക അതേപടി അംഗീകരിച്ച് ഫണ്ട് വിതരണം ചെയ്യുന്നത് വലിയൊരു സാമ്പത്തിക അഴിമതിക്ക് വഴിവെക്കുമെന്ന് സർക്കാർ വിലയിരുത്തിയത്. ഈ പദ്ധതിയുടെ സുതാര്യതയെക്കുറിച്ച് മുഖ്യമന്ത്രി VD സതീശൻ സഭയിൽ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട സാങ്കേതിക ചോദ്യം ഗുണഭോക്താക്കളുടെ എണ്ണത്തിലുണ്ടായ അസ്വാഭാവികമായ വലിയ കുറവാണ്. മുൻ സർക്കാർ ആദ്യഘട്ടത്തിൽ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം കേരളത്തിലുടനീളമായി ഏകദേശം
31.34 ലക്ഷത്തിലധികം സ്ത്രീകൾക്ക് ഈ പദ്ധതിയുടെ നേരിട്ടുള്ള പ്രയോജനം ലഭിക്കണമെന്നായിരുന്നു വലിയ തോതിൽ പ്രചരിക്കപ്പെട്ടിരുന്നത്. എന്നാൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഔദ്യോഗിക ഫയലുകൾ പരിശോധിച്ചപ്പോൾ ഈ ഗുണഭോക്താക്കളുടെ എണ്ണം പെട്ടെന്ന് പകുതിയോളം കുറഞ്ഞ് 16.49 ലക്ഷമായി ചുരുങ്ങിയത് എങ്ങനെയാണെന്ന് വ്യക്തമാക്കാൻ മുൻ ഭരണാധികാരികൾക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. ഇത്രയും വലിയൊരു സംഖ്യയുടെ വ്യത്യാസം ഒറ്റയടിക്കുണ്ടായതിൽ വലിയ രീതിയിലുള്ള സാങ്കേതിക ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്നും അപേക്ഷകരുടെ അർഹത നേരിട്ട് ബോധ്യപ്പെടുന്നതിനുള്ള ഫീൽഡ് തല പരിശോധനകൾ ഭൂരിഭാഗം സ്ഥലങ്ങളിലും നടന്നിട്ടില്ലെന്നും സർക്കാർ വ്യക്തമാക്കുന്നു. റേഷൻ കാർഡിന്റെ ഡാറ്റാബേസ് മാത്രം അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ ഈ പട്ടികയിൽ യഥാർത്ഥ അർഹത ഉറപ്പുവരുത്താൻ യാതൊരുവിധ സ്വതന്ത്ര പരിശോധനാ സംവിധാനവും മുൻ സർക്കാർ ഏർപ്പെടുത്തിയിട്ടിരുന്നില്ല എന്നത് തന്നെയാണ് ഇപ്പോഴത്തെ ഈ അടിയന്തര പുനഃപരിശോധനയ്ക്ക് സർക്കാരിനെ പ്രേരിപ്പിച്ച ഏറ്റവും വലിയ ഘടകം. എന്നാൽ ഭരണപക്ഷത്തിന്റെ ഈ വാദങ്ങളെയും കണ്ടെത്തലുകളെയും പാടെ തള്ളിക്കളഞ്ഞുകൊണ്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും മുൻമന്ത്രി AC മൊയ്തീനും സഭയിൽ കടുത്ത പ്രതിരോധമാണ് തീർത്തത്. ഈ പദ്ധതി ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ലക്ഷ്യത്തോടെയോ മാത്രം ധൃതി പിടിച്ച് ഉണ്ടാക്കിയെടുത്ത ഒന്നല്ലെന്നും കൃത്യമായ ആസൂത്രണത്തോടെയാണ് ഇതിന്റെ എല്ലാ ഘട്ടങ്ങളും പൂർത്തിയാക്കിയതെന്നും അവർ വാദിച്ചു. അപേക്ഷകൾ സ്വീകരിക്കുന്ന ഘട്ടത്തിലും അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പരിധിയിൽ വെച്ച് പരിശോധിക്കുന്ന സമയത്തും സംസ്ഥാനത്തെ ഏറ്റവും ആധുനികമായ ഡിജിറ്റൽ സംവിധാനങ്ങളെല്ലാം വിനിയോഗിച്ചിരുന്നു എന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നു. ഗുണഭോക്താക്കളുടെ കൃത്യത ഉറപ്പുവരുത്താൻ ആധാർ കാർഡ് ലിങ്കിംഗ്, തദ്ദേശ സ്ഥാപനങ്ങളിലെ K-സ്മാർട്ട് സംവിധാനം, സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ പൊതുവിതരണ ഡാറ്റാബേസ്, കൂടാതെ സർക്കാർ ജീവനക്കാരുടെ വിവരങ്ങളടങ്ങിയ സ്പാർക്ക് സോഫ്റ്റ്വെയർ എന്നിവയെല്ലാം പരസ്പരം ബന്ധിപ്പിച്ചാണ് അനർഹരെ ഒഴിവാക്കിയത്. ഇത്രയും സുരക്ഷിതമായ ഡിജിറ്റൽ പരിശോധനകൾ കഴിഞ്ഞിട്ടും വീണ്ടും തുടക്കം മുതൽ ഫീൽഡ് വെരിഫിക്കേഷൻ നടത്തണമെന്ന് പറയുന്നത് പാവപ്പെട്ട സ്ത്രീകൾക്ക് പണം നൽകാതിരിക്കാനും പദ്ധതി അനിശ്ചിതകാലത്തേക്ക് നീട്ടിക്കൊണ്ടുപോകാനുമുള്ള രാഷ്ട്രീയ തന്ത്രം മാത്രമാണെന്ന് പ്രതിപക്ഷം സഭയിൽ ആരോപിച്ചു. രാഷ്ട്രീയ പോരാട്ടങ്ങൾക്കപ്പുറം ഈ പദ്ധതി നടപ്പാക്കുന്നതിൽ നിലവിലെ സർക്കാർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്നത് സാമ്പത്തികവും ഭരണപരവുമായ ചില സുപ്രധാന നടപടിക്രമങ്ങളാണ്. സംസ്ഥാന ബജറ്റിൽ ഈ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിക്കായി വലിയൊരു തുക വകയിരുത്തിയിട്ടുണ്ടെന്നത് നിയമസഭയിൽ രണ്ടു കൂട്ടരും സമ്മതിക്കുന്ന ഒരു പൊതുസത്യമാണ്. എന്നാൽ ഭരണപരമായ ചട്ടങ്ങൾ അനുസരിച്ച് ബജറ്റിൽ ഒരു പദ്ധതിക്ക് തുക ഉൾപ്പെടുത്തിയതുകൊണ്ട് മാത്രം ആ തുക ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് വിതരണം ചെയ്യാൻ ധനവകുപ്പിന് സാധിക്കില്ല. അതിനായി ആദ്യം ഗുണഭോക്താക്കളുടെ അന്തിമ പട്ടിക തയ്യാറാക്കി ഗസറ്റ് വിജ്ഞാപനം ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം ധനവകുപ്പിന്റെ പ്രത്യേക സാമ്പത്തിക അനുമതി വാങ്ങുകയും ബന്ധപ്പെട്ട സാമൂഹിക നീതി വകുപ്പോ തദ്ദേശ വകുപ്പോ ഇതിനായി കൃത്യമായി ഭരണാനുമതി പുറപ്പെടുവിക്കുകയും വേണം. ഈ ഔദ്യോഗിക നടപടിക്രമങ്ങൾ ഒന്നും തന്നെ മുൻ സർക്കാരിന്റെ കാലത്ത് പൂർണ്ണമായും പൂർത്തിയായിട്ടിരുന്നില്ലെന്നും അതുകൊണ്ട് തന്നെ നിലവിലെ പുനഃപരിശോധന പൂർത്തിയാകാതെ സംസ്ഥാനത്തിന്റെ ഖജനാവിൽ നിന്നും കോടിക്കണക്കിന് രൂപ പെട്ടെന്ന് അനുവദിക്കാൻ കഴിയില്ലെന്നുമാണ് പുതിയ ഭരണകൂടം വ്യക്തമാക്കുന്നത്. ചുരുക്കത്തിൽ സ്ത്രീ സുരക്ഷാ പെൻഷന്റെ ഭാവി ഇപ്പോൾ പൂർണ്ണമായും തങ്ങി നിൽക്കുന്നത് വരും ദിവസങ്ങളിൽ നടക്കാൻ പോകുന്ന ഈ ഭരണപരമായ സൂക്ഷ്മ പരിശോധനകളുടെ ഫലത്തെ ആശ്രയിച്ചാണ്. ഒരു വശത്ത് തങ്ങൾക്ക് ലഭിക്കേണ്ട സാമ്പത്തിക സഹായം എപ്പോൾ കിട്ടുമെന്നറിയാതെ നിരാശയിലും ആശങ്കയിലും കഴിയുന്ന ലക്ഷക്കണക്കിന് പാവപ്പെട്ട സ്ത്രീകളുടെ പ്രതീക്ഷകളും, മറുവശത്ത് പൊതുപണം ഒരണ പോലും ചോർന്നു പോകാതെ കൃത്യമായി കൈകളിൽ എത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ട സർക്കാരിന്റെ വലിയ ഉത്തരവാദിത്വമാണ് ഇവിടെ നേർക്കുനേർ നിൽക്കുന്നത്. ഏതായാലും ഈ പെൻഷൻ പദ്ധതി സർക്കാർ പൂർണ്ണമായി പിൻവലിക്കില്ലെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയിട്ടുണ്ടെങ്കിലും അനർഹരെ പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുള്ള ഒരു പുതിയ പട്ടിക മാത്രമായിരിക്കും ഇനി പുറത്തുവരിക എന്ന് വ്യക്തമാണ്. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ ഉണ്ടാകുന്ന എല്ലാ പുതിയ ഭരണ തീരുമാനങ്ങളും, പരിശോധന പൂർത്തിയാകുന്ന തീയതികളും, അതുപോലെ ഗുണഭോക്താക്കളെ ബാധിക്കുന്ന പ്രധാന മാറ്റങ്ങളും ഔദ്യോഗിക റിപ്പോർട്ടുകളിലൂടെ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഫോളോ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്.